ഈ പോക്ക് പോയാ വിജിതയുടെയും അവളുടെ അമ്മയുടെയും കൈകൊണ്ട് അമ്മ തീരും. എനിക്കിപ്പോ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ആ ബോധം ഉണ്ടെങ്കിലേ അവർക്കരികിലേക്ക് പൊയ്ക്കൂടെ? എന്നെ എന്റെ ഭാര്യയും തമ്മിൽ തല്ലിക്കാൻ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങുന്നത്? അതിനുള്ള മറുപടിയെ ഞാൻ നിന്റെ മാമിയോട് പറഞ്ഞു കഴിഞ്ഞു. പവിത്രനെയും കാർത്തൂനെയും ഞാനും കൂടിയാ ഇവിടുന്ന് ഇറക്കി വിട്ടത്. ഇനി അങ്ങോട്ട് കയറി ചെല്ലാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, മനുഷ്യന്മാരെ പോലെ. ഞാൻ മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നത്. പകലും രാത്രിയിലും ഒക്കെ പിശാചിനെ പോലെ അലയുന്നത് നിന്റെ ഭാര്യ. നിർത്തിക്കോണം. അമ്മ എത്ര കിടന്ന് നിലവിളിച്ചാലും പവിത്രയും കാർത്തൂനെ പോലെ അല്ല വിജിത. അല്ലെന്ന് ഞാനും സമ്മതിച്ചു. പവിത്രനെയും കാർത്തൂനെയും പോലെയല്ല. ഈ ലോകത്ത് അവളെ പോലെ അവള് മാത്രമേ ഉള്ളൂ. പിടിക്കാൻ. ഇനി നിങ്ങൾ എനിക്ക് ചായയുമായിട്ട് വരരുത്. പിടിക്കാനാ പറഞ്ഞത്. തരാനുള്ളവരൊന്നും കാശ് തന്നില്ല. ബാങ്കുകാര് മുറയ്ക്ക് ഓരോന്ന് ജപ്തി ചെയ്തോണ്ട് പോകുന്നുണ്ട്. സുധയെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോടോ. ഞാൻ അവസാനമായിട്ട് വന്നപ്പോ തന്നോട് എന്താ പറഞ്ഞേ? ജയിലിൽ പോയ ഭർത്താവിനെ അവളിപ്പം മറന്നുമട്ടാ. തന്നെ അവള് കാണാറുണ്ടോ? അവൾക്കൊരു ആൺതുണ വേണമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. നിശ, തനിക്ക് 10-60 വയസ്സാകാറായി കേട്ടോ. ദേ, എന്തു പറഞ്ഞാലും വയസ്സ് കൂട്ടി പറയരുത്. അങ്ങനെ പറഞ്ഞാ ഞാനും താനും തെറ്റും. ഈ കണ്ണിൽ 52 തികഞ്ഞോളൂ. ബാക്കിയൊക്കെ ആർക്ക് കടം കൊടുത്തു? ദേ കരണ, ഞാൻ ഇടയ്ക്ക് വരുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ നേരത്തെ ഒരുമാതിരി ആക്കരുത്. എന്റെ ജീവിതം ഇതിനകത്ത് കിടന്ന് ഒടുങ്ങുമെന്നാ തോന്നുന്നത്. അങ്ങനെ ഒടുങ്ങിയാൽ തന്റെ ഭാര്യ മോള് എങ്ങനെ ജീവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യേ, അവരെ കുറിച്ച് ആലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ടോ തനിക്ക്? എടോ, എനിക്കങ്ങനെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. താനും തന്റെ വീട്ടുകാരുമായിട്ടാ എനിക്ക് അടുപ്പം കൂടുതല്. അതുകൊണ്ട് ആര് കൈവിട്ടാലും അവരെ ഞാൻ കൈവിടില്ലെന്ന് പറഞ്ഞല്ലോ കരുണ. അതെ, താൻ മൊത്തത്തിൽ അവരെ ഏറ്റെടുക്കുമൊന്നും വേണ്ട കേട്ടോ. ദേ, ഈ പറച്ചില എനിക്ക് പിടിക്കാത്തത്. എടോ, തന്റെ ഭാര്യ തന്റെ മുന്നിൽ പതിവ്രത ചമയും എന്ന മനസ്സിലൊന്ന് വെച്ചോണ്ട് പുറമെ വേറൊന്നും പറയുന്നവനല്ല വിശ്വൻ. അത് താൻ മനസ്സിലാക്കണം. എന്തായാലും താൻ സുധയൊന്ന് കാണണം. അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. ഞാൻ പറഞ്ഞു നോക്കാം. വരുമോന്ന് എനിക്കറിയില്ല. അപ്പച്ചിയുടെ വിഷമത്തിന് കാരണം കണ്ണേട്ടൻ തന്നെയാ. അതുകൊണ്ടല്ലേ കണ്ണേട്ടനെ കാണണമെന്ന് അപ്പച്ചി പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അതെനിക്കറിയാം. തൽക്കാലം എന്റെ മനസ്സിലുള്ളത് പറയാൻ നിവർത്തിയില്ല. എന്തായാലും അപ്പച്ചിയുടെ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കല്ലേ. അതിന് സന്തോഷിക്കുക വേണ്ടത്. അതിനപ്പുറം അതിന്റെ കാരണം തേടി പോണ്ട. പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണോ കണ്ണേട്ടന്റെ മനസ്സിലുള്ളത്? അതത്ര വലിയ രഹസ്യമൊന്നുമല്ല മോളെ. പിന്നെ പറഞ്ഞൂടെ? ആരോടും ഒന്നും പറയില്ലെന്ന് ഞാൻ അരുണിന്റെ അപ്പച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. അരുണേ, നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായെന്ന് വരും. എന്റെ അഭിപ്രായത്തിൽ സന്തോഷങ്ങളെക്കാൾ സങ്കടങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്നത്. അരുണിന്റെ അപ്പച്ചിയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാ. തെറ്റ് ചെയ്യാത്ത നിങ്ങളെ രണ്ടാളെയും ഒരുപാട് വേദനിപ്പിച്ചു. അതിനുള്ള തിരിച്ചടി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പച്ചി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അപ്പച്ചിയുടെ കണ്ണ് നിറയുന്ന കണ്ടു നിൽക്കാൻ പ്രയാസമാ. അരുണിന്റെ അപ്പച്ചി ഇപ്പോ ചില സത്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാ. അധികം വൈകാതെ തന്നെ അറിയേണ്ടതൊക്കെ അപ്പച്ചി അറിയുന്നുള്ള കാര്യം ഉറപ്പാ. അതിനുശേഷം നിങ്ങളോട് രണ്ടാളോടുള്ള സ്നേഹം കൂടുകയുള്ളൂ. അപ്പച്ചി ഇപ്പൊ കാണിക്കുന്ന സ്നേഹം അഭിനയമല്ല, അതിൽ ആത്മാർത്ഥതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തടസ്സമായിട്ടുള്ളത് അപ്പച്ചിയുടെ 2 മക്കളാ. അത് നിങ്ങൾക്ക് മാത്രമല്ല, സ്വന്തം അമ്മയ്ക്കും ശത്രുക്കൾ തന്നെ. നിന്റെ മോന് നീ ഭക്ഷണം വിളമ്പുന്ന പോലും ഇഷ്ടമല്ല. അവൻ തലേ കൈവച്ച് പറയാ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ. എന്നാലും സ്വഭാവം മാറ്റരുത് കേട്ടോ. അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ.
അമ്മയുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ അവൻ കൊതിക്കും. അയ്യേ, കമ്മ ഉണ്ടാക്കുന്ന ആഹാരം. ഓ പവിത്ര വന്നതിന് ശേഷം നീ അടുക്കള കയറിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും വെച്ച് വിളമ്പിട്ടുണ്ടോ? ഞാനിപ്പോ അടുക്കള കയറ്റിയത് കൊണ്ട് മറന്നുപോയതൊക്കെ ഓർത്തെടുത്ത് ചോറും കറികളും ഒക്കെ വെക്കാൻ പഠിച്ചു. അതുകൊണ്ട് ഇനി പുറത്തു പോയാലും കുഴപ്പമില്ലല്ലോ. അവളുമാരിട്ടതുപോലെ വല്ല തട്ടുകടയിട്ട് ജീവിക്കാം. എന്നാലും എനിക്ക് ഇതിന്റെ 4 അംശം പണിയെ കാണും. അയ്യോ, എന്നാ പിന്നെ പൊയ്ക്കോ. ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? ഞാൻ പോകും, ഉടനെ പോകും. ഈ മാറണേന് പോവോ? പോയ ഒരുത്തൻ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ടിരിക്കുക. പോകുന്നെന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അല്ല, നിനക്ക് എന്തിന്റെ സൂക്കേടാ? എന്റെ മോള് പുറത്തു പോയി, അത് ദീപനപ്പോ ആണെന്ന് മോനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അല്ലേ? അതല്ലേടി സത്യം. ഇത് എന്റെ മോളുടെ വീടാ. അതുകൊണ്ട് അവള് തെറ്റ് ചെയ്താല് അപ്പച്ചിയായി നീ കണ്ണടക്കണം. കണ്ടത് കണ്ടില്ലെന്ന് പറയണം. പല വേലി ചാടുമ്പോ ഒരു കോല് കൊള്ളും. അത് പറഞ്ഞപ്പോഴാ ഞാൻ വേലിയുടെ കാര്യം ഓർത്തത്. അതിലെ വേലിയൊക്കെ പൊളിഞ്ഞു കിടക്കുക. അത് വൃത്തിയായിട്ടൊന്ന് കെട്ടണം. അതിന് പണിക്കാരും വിളിച്ചുകൂടേടി? ആങ്ങളെ ജയിലിൽ പോയ ശേഷേ പണിക്കാർക്ക് കൂലി കൊടുക്കാനില്ല. അതുകൊണ്ട് പെങ്ങള് തന്നെ എല്ലാം അങ്ങ് ചെയ്താ മതി. അവൻ ജയിലിൽ പോകുന്ന അവന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. ഓ, എല്ലാം അറിയാം. എന്നാ പിന്നെ ഒരു കബഡിയായിട്ടങ്ങ് ഇരിക്കേ. അത് നിരത്തി ഭാവി പറയാം. ഇപ്പൊ ജ്യോത്സ്യന്മാർക്കൊക്കെ നല്ല കാശാ. നിന്റെയൊക്കെ ഭാവി പറയാൻ കവടി നിർത്തേണ്ട കാര്യമില്ല. അതിനുള്ള വകുപ്പ് നീയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്കേതായാലും നല്ല ഭാവിയാണല്ലോ. ഞാൻ ചെയ്തതിനൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നരകത്തിൽ കൂടെ തന്നെയാ നടക്കുന്നത്. ഇതിനപ്പുറം ഒന്നും വരാനില്ല. ആര് പറഞ്ഞു വരാനില്ലെന്ന്? ഇതിലും വലിയ തിരിച്ചടികൾ നിനക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കുഞ്ഞിനെ കളയരുതെന്ന് ഞാൻ മോളുടെ കാല് പിടിച്ച് പറഞ്ഞതാ. കാറിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിപ്പോയപ്പോഴും ഞാൻ തടഞ്ഞതാ. പക്ഷെ ആ സമയത്ത് എന്നെ പോലും പിടിച്ചു വലിച്ച് മോള് കാറി കയറ്റി. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ. മകളെ നഷ്ടപ്പെട്ട വേദനയില് അച്ഛന് കഴിയേണ്ടി വന്നില്ലല്ലോ. പക്ഷേ ഇന്ന് അച്ഛൻ നമ്മുടെ തറവാട്ടിലേക്ക് അങ്ങനെ പോവാറില്ല. സന്യാസ ജീവിതം നയിക്കുന്നേ. ആ കുഞ്ഞിനെ കളഞ്ഞതിന്റെ കുറ്റബോധം ഇപ്പോഴും അച്ഛനെ കൊന്നുകൊണ്ടിരിക്കുക. സന്യസിച്ചത് കൊണ്ട് അതിന്റെ പ്രായച്ചിത്വമാവുമെന്നറിയില്ല. എനിക്ക് സത്യം എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഈ ശ്വാസമുട്ടൽ സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അച്ഛൻ ഇതൊക്കെ പറയുന്നത്. മോളുടെ സംശയം ശരിയായി വന്നാൽ മോൾക്ക് ദൈവത്തെ മുറുകെ പിടിക്കുന്ന പരിശുദ്ധി ഒരുപാടുള്ളൊരു പെൺകുട്ടിയാണ് കിട്ടിയെന്ന് ആശ്വസിക്കാം. നാളെ കാർത്തൂനെ അരുണ്യം കൂട്ടി എനിക്ക് നാഗക്ഷേത്രം വരെ ഒന്ന് പോണം. എന്നിട്ട് അവൾ എന്റെ മകളാണെങ്കിൽ അവളെ മുന്നിൽ നിർത്തിയിട്ട് ആ സത്യം എത്രയും പെട്ടെന്ന് അറിയാൻ കഴിയണമെന്ന് നാഗദൈവങ്ങളോട് പറയണം. എന്റെ തെറ്റുകൾ പൊറുക്കാനും. നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയ കൂട്ടത്തിലാണെന്ന് തോന്നുന്നു കുട്ടി. പൂജ നടത്തിയപ്പോ നല്ല ചൈതന്യം ഉണ്ടായിരുന്നു. മോളുടെ പേരില് എല്ലാ മാസവും ആയില്യം നാളിൽ 100 പാലും കഴിപ്പിക്കണം. ആയില്യ പൂജയും. ആയിക്കോട്ടെ. വിഷം തേണ്ടിയത് അപ്പച്ചിക്കല്ലേ? അപ്പൊ അപ്പച്ചിക്കല്ലേ അതൊക്കെ നടത്തേണ്ടത്. എന്റെ മനസ്സ് പറയുന്നത് മോളുടെ പേരിൽ നടത്തണമെന്ന്. തർക്കം വേണ്ട, 2 ആളുടെ പേരിലും ഒക്കെ നടത്താം. വർഷങ്ങൾ പഴക്കമുള്ള നാഗക്ഷേത്രം ഇതേ. ഉഗ്ര ശക്തി ഉണ്ടെന്നാ ഇവിടെ വരാറുള്ളവരൊക്കെ പറയണത്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് 4-5 വർഷമായി. വന്നത് പിന്നെ എനിക്ക് പോവാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 3 ആളും നാഗദൈവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാ. ഫലം അച്ചട്ടാ. നിങ്ങൾ എന്താ ഒന്നും കഴിക്കാത്ത? അമ്മ കഴിക്കേ. മതി. ചോറിനേക്കാൾ വിജിതയ്ക്കും സുധയ്ക്കും താല്പര്യം കറികളോടാ. അവര് വിളമ്പി കഴിഞ്ഞാൽ എല്ലാം തീർത്തു വെക്കും.
പിന്നെ കഞ്ഞോളത്തിൽ വറ്റിട്ട് കഴിച്ചാലും എനിക്ക് വിശപ്പടക്കാനും. എന്റെ മരുമോളുണ്ടാക്കുന്ന ചോറും കറികളും ഒക്കെ കൊള്ളാന്നേ ഞാൻ ഇത്ര നാളും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴാ അതിന്റെ രുചിയൊക്കെ മനസ്സിലാക്കാം. അതല്ലെങ്കിലും നമ്മുടെ ആൾക്കാർ അങ്ങനെ അമ്മേ, കൂടുള്ളപ്പോ മറ്റുള്ളവരുടെ വില മനസ്സിലാക്കില്ല. അവരെ പോയി കഴിയുമ്പോ എല്ലാം മനസ്സിലാവും. ശരിയാ മോനെ, ശരിയാ, വളരെ ശരിയാ. അയ്യോ വേണ്ട വേണ്ട, നിങ്ങക്ക് കഴിക്കണ്ടയോ? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ, അമ്മ അങ്ങോട്ട് കഴിക്കും. അയ്യോ വേണ്ട, വേണ്ടായിരുന്നു. വഴിയിൽ തടഞ്ഞു നിർത്തി ആക്ഷേപിക്കാനാണെങ്കിൽ ദയവ് ഇത് സംസാരിക്കാൻ ഞാനില്ല. ആക്ഷേപിക്കുന്നില്ല, എങ്കിലും കാര്യം പറയാലോ. അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും നിനക്ക് പറ്റില്ലടാ. അമ്മയാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെന്തിനാ കൊടുക്കുന്നത്? എടുത്തു കഴിച്ചൂടെ? അമ്മ ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞോ? അമ്മ ഇന്ന് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നീ നിന്റെ ഭാര്യ അവളുടെ അമ്മയും കൂടി അമ്മയെ കൊണ്ട് വെച്ച് വിളമ്പിക്കുന്ന അല്ലാതെ ഒന്നും കൊടുക്കുന്നില്ലെന്ന്. നമ്മുടെ അമ്മ എപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സത്യം പറയാത്തൊരു അമ്മ ഉണ്ടായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പൊ അനുഭവത്തിലൂടെ അമ്മ ഒരുപാട് പഠിച്ചു. അതുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം കണ്ട അമ്മ കള്ളങ്ങളാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നില്ല. അമ്മ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് എന്റെ ഭാര്യയെ പറ്റിയല്ലേ? മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പറയുമ്പോ കുറച്ച് സുഖമൊക്കെ തോന്നും. അയ്യോ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ തന്നെ സത്യം. നിനക്ക് പഠിക്കാനുള്ള തലച്ചോറുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ ആളും ഉണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമേ ഉള്ളൂ മിച്ചം. അതിനപ്പുറം കാണേണ്ട കാര്യങ്ങളൊന്നും നീ കാണുന്നില്ല. എടാ, നീ ഒന്ന് കണ്ണ് തുറന്നു പിടിച്ച് നടക്കടാ. അപ്പൊ മനസ്സിലാവും ആരാ ശരിയെന്നും തെറ്റുന്നൊക്കെ. അതോടെ ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴേ എനിക്ക് കാണാം. എടാ, അമ്മയെ പട്ടിണി കിട്ടു കൊല്ലാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്റെ അമ്മയെ. കൊണ്ടുപോകണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പൊയ്ക്കോളാൻ. അമ്മ കൂടി അവിടുന്ന് ഇറങ്ങുന്നതോടെ പിന്നെ നമ്മുടെ തറവാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നവരിൽ ഒരാൾ മാത്രം, ആ തറവാട്ടിലെ മുടിയനായ പുത്രൻ. നിനക്ക് ഉറപ്പുണ്ടാ നീ എത്ര നാൾ അവിടെ കാണുമെന്ന്? വിജിതയുടെ പേരിലാ വീട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുമില്ല. എന്റെ മരണം വരെ എനിക്ക് അവിടെ കഴിയാൻ പറ്റും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? നീ മരിച്ചു കഴിഞ്ഞില്ലേ? എന്തായാലും മോൻ പറഞ്ഞു പുറത്ത് കിടത്താൻ. ഇനി നിലത്ത് കിടത്തിയെന്ന് വേണ്ട. ദേ പാവിരിച്ചു കിടന്നോ. പിന്നെ കുറച്ച് കൊതുക് അടിക്കും. സ്വന്തം കയ്യിലിരിപ്പിനെ കൈ കൊണ്ട് ഓരോ കൊതുകിനെയും കൊല്ലും. അങ്ങനെയെങ്കിലും കൊതുകിന്റെ ശല്യം തീരട്ടെ. ഞാൻ അടുക്കള കിടന്നോളാം സുധേ. തൊഴുത്തി കിടക്കാൻ മാത്രമുള്ള പാവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവത്തില്ല. മറ്റുള്ളവർ അതിന്റെ ഫലം അനുഭവിക്കുന്നത് കൊണ്ട് അവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇന്നേ ഇതൊരു സൂചനയാ. ഇനി മൂത്ത മോന്റെ കടയിലോ വീട്ടിലോ പോയി എന്തെങ്കിലും വെട്ടി വിഴുങ്ങിയിട്ട് വന്ന സ്ഥിരമായിട്ട് ഇവിടെ ആയിരിക്കും താമസം. അല്ല, ഇത് വേണമെങ്കിൽ ഒന്നും എനിക്ക് തരാം. പിന്നെ ഇതിനകത്ത് വിശാലായിട്ട് കിടക്കാലോ. AC-യും വേണ്ട, ഫാനും വേണ്ട. മഞ്ഞായാലും മഴയായാലും വെയിലായാലും ഒരുപോലെ. എന്നെ ഒന്ന് വെട്ടിമൂടി കൂട്ടാവോ? ഇതിലൊന്നും അല്ല, ഇവിടെ വന്നതിന് ശേഷമുള്ള അമ്മയുടെ സംസാരവും പ്രവൃത്തിയൊന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഉള്ളിലൊരു ഭാരം. ആങ്ങളയുടെ മോളെന്ന് വെച്ചാ മക്കളെക്കാളും മുകളിലായിരുന്നു അമ്മയ്ക്ക്. കാർത്തുമായിരുന്നു അമ്മയുടെ മരുമോളെങ്കിൽ ഇപ്പൊ സുഖിച്ച് ജീവിക്കായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ സ്വഭാവത്തെ പറ്റി അറിയാൻ പറ്റില്ല. ഇപ്പൊ അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. കഷ്ടപ്പാടറിയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല.
അന്നും പപ്പനും ഹരിദാസും ജമാലയ്ക്കൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ കൂടി വിയർപ്പുണ്ടാ തറവാട് നല്ല നിലയിൽ പോയത്. ഉണ്ണി ഒരു കരയ്ക്കെത്തിയത്. നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരും ഓർക്കില്ല കണ്ണേട്ടാ. ഇന്നലെ എന്ത് നടന്നൊന്നും ആരും ചിന്തിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കടമ ചെയ്തു പോകുന്നതാ നല്ലത്. ഞാൻ അങ്ങനല്ലേ പോയിട്ടുള്ളൂ. പിന്നെ ഏതൊരു മനുഷ്യനാണെങ്കിലും പഴയതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് മനസ്സിനകത്തൊരു പുകച്ചിലുണ്ടാവും. ഒരു ദിവസം എന്റെ ഉള്ളില് നല്ല പനിയുണ്ടായിരുന്നു. എനിക്ക് 10-27 വയസ്സ് കഴിഞ്ഞപ്പോഴാ. അന്ന് അവൻ ഡോക്ടറാവാനുള്ള പഠിത്തത്തില്ല. ഞാനാണെങ്കിൽ അച്ഛനില്ലാഞ്ഞിട്ടും അവനെ ഡോക്ടറാക്കിന്ന് പറയാനുള്ള ഗമയിലായിരുന്നു. ഭയങ്കര മഴ, വരമ്പൊക്കെ പൊട്ടിയൊലിച്ചു പോവാ. അന്നൊന്നും നോക്കിയില്ല, പെരുമഴയത്ത് പാടത്തിറങ്ങി. എനിക്കൊപ്പം പപ്പനുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ദിവസം നല്ല കുളിരും പനിയും. അന്നും എന്റെ ജോലി ഞാൻ മാറ്റിവെച്ചില്ല. കിടപ്പിലാവരുതെന്നുള്ളായിരുന്നു പ്രാർത്ഥന. ഏട്ടന് നല്ല പനിയുണ്ടല്ലോ, കിടന്നൂടെയെന്ന് ഉണ്ണി ചോദിച്ചപ്പോഴും നാളെ നീ ഡോക്ടറാണെന്ന് ഓർക്കുമ്പോ എന്റെ പനിയൊക്കെ മാറിക്കൊള്ളുന്നായിരുന്നു എന്റെ പറച്ചില്. അല്ല, തിരുവോണത്തിന്റെ അന്ന് തന്നെ വേണമെന്നില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദിവസം അമ്മയും അരുണും കാർത്തുവും അരുണിന്റെ ബന്ധുക്കളും ഒക്കെ നമുക്കൊപ്പം കൂടണം. അങ്ങനെ ഒരു ഓണം എന്റെ സ്വപ്ന കണ്ണേട്ടാ. ഓണം ഉണ്ണാൻ എന്നെ അമ്മ പോലും വിളിക്കുന്നില്ല. ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ കണ്ണേട്ട പറഞ്ഞത്, അമ്മ എത്ര ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്റെ ജീവിതത്തിലെ വേദന എന്റെ അമ്മ മാത്രമാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും, എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്. എങ്കിൽ എനിക്കൊന്ന് പോയി കാണാമായിരുന്നല്ലോ കണ്ണേട്ട. വേറൊന്നിനും വേണ്ടിയല്ല, എനിക്കെന്റെ അമ്മയൊന്ന് കണ്ടാലേ അത്രയ്ക്ക് ആശ്വാസ. വിളിക്കുന്നു നോക്കി നിൽക്കേണ്ട ദീപ, നേരെ അങ്ങ് പോണം. അതെ, കൂട്ടിന് വേണമെങ്കിൽ ഞങ്ങളും വരാം. തല്ലി ഇറക്കിയാലും അത് അമ്മയല്ലേ, സഹിക്കാവുന്നേ ഉള്ളൂ. ഓ, അവളുടെ ഫോട്ടോ കണ്ടിട്ട് മതിയായില്ലേ? സ്വന്തം ഫോട്ടോ ആയിട്ട് ഒത്തുനോക്കുവാണല്ലോ. രണ്ട് മുഖവും തമ്മിൽ സാമ്യമുണ്ടെന്ന് നോക്കാണോ? അങ്ങനെ നോക്കാൻ അവളാരാ? അമ്മയുടെ മോളാ? അതെ, എനിക്കവള് എന്റെ മോളെ പോലെ തന്നെയാ. അപ്പൊ ഞങ്ങളൊക്കെയോ രണ്ടാം സ്ഥാനക്കാരായി അല്ലേ? ഇത് സ്ഥാനനിർണയം നടത്തേണ്ട ഒരു സമയമല്ല. നിങ്ങളെ രണ്ടാളെയും പോലെ തന്നെയാ എനിക്ക് കാർത്തു. അവളെ മിക്കവാറും ഞങ്ങൾ കൊല്ലും. നോക്കൊന്നും വേണ്ട, ഞങ്ങളുടെ അമ്മയെ തട്ടിയെടുത്തവളെ ഞങ്ങൾ തട്ടും. അമ്മയുടെ അനുഭവം അറിയാലോ. വിഷം തിണ്ടിയത് ഒരു സൂചനയാ. അതുകൊണ്ട് ഞാൻ പാഠം പഠിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ കടിക്കുന്നത് ഉഗ്രവിഷമുള്ള പാമ്പായിരുന്നേനെ. ഇവള് തന്നെ ഉഗ്രവിഷമുള്ള പാമ്പ്. അവൾ അമ്മയുടെ തറവാട്ടിൽ വന്ന് കയറിയതിനു ശേഷം ആർക്കും സ്വസ്ഥത കിട്ടിയിട്ടില്ല. ആർക്കാ കിട്ടാത്തത്? ഒരു വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ചെയ്യേണ്ടതൊക്കെ കാർത്തു ചെയ്യുന്നുണ്ട്. നിനക്കും നിന്റെ ചേച്ചിക്കും അത് കാണാൻ പറ്റുന്നില്ല. എന്നു മുതൽ അമ്മ കണ്ടു തുടങ്ങിയതെല്ലാം. എനിക്ക് കുറച്ച് തെറ്റുപറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ല. അത് അമ്മയുടെ കാര്യം. എന്നാൽ ഇന്നലെ കണ്ടവളെ ഞങ്ങളെക്കാൾ അമ്മ സ്നേഹിച്ചതോടെ ഞങ്ങളുടെ വെറുപ്പിന്റെ അളവ് കൂടി. അത് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിക്കാന്ന് പറ. ഞാൻ വന്നതേ എന്റെ അമ്മയുടെ കാര്യം പറയാനാ. നിങ്ങൾക്കിപ്പോ അമ്മ ഒരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പവിത്രമായിട്ട് ആലോചിച്ചു. അവള് പറയുന്നത് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനാ. അയ്യോ, അതങ്ങനെ ശരിയാവും? ഞാൻ ചേച്ചിയെ വിടത്തില്ല. അപ്പച്ചി തറവാട്ടിൽ തന്നെ കഴിഞ്ഞോട്ടെ കണ്ണേട്ടാ. നിങ്ങൾ നേരെ ചൊവ്വേ അമ്മയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ അമ്മയുടെ കാര്യം നിനക്ക് അറിഞ്ഞൂടെ കണ്ണാ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എപ്പോഴെങ്കിലും നേര് പറഞ്ഞിട്ടുണ്ടോ? പവിത്രയോടും കാർത്തൂനോടും കുത്തലായിരുന്നു. ആ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഉണ്ണിക്കാണെങ്കിൽ അമ്മ നിന്നോടൊപ്പം വന്ന് നിൽക്കുന്നതേ അപമാനവുമാ. അവനെന്തിനു അപമാനാ? അമ്മയും കൂടി വന്നു കഴിഞ്ഞാ പിന്നെ ആ തലവനെ ഒഴിഞ്ഞില്ലേ?
10-70 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തളർച്ചയൊക്കെ ഉണ്ടാവും. ആ നേരത്ത് നോക്കണ്ടല്ലോ. സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിലും അമ്മ വന്ന് കിടന്നാൽ പോലും പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഇവളുടെ ഭർത്താവ്. അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ. അമ്മയുടെ കാര്യത്തിലൊക്കെ ഉണ്ണിയേട്ടൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ, കാലിലിടാനുള്ള കുഴമ്പും ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മരുന്നും സമയാസമയം ഉണ്ണി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ അവസാനമായിട്ട് കാണുമ്പോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ തന്നെ അമ്മമാര് മക്കള് ചെയ്യുന്ന ഒന്നും പുറത്തു പറയില്ലല്ലോ. അത് അവർക്ക് തന്നെയല്ലേ നാണക്കേട്. ഏതായാലും ഉണ്ണി അമ്മയെ വിടത്തില്ല. എന്നാ പിന്നെ ഞാൻ അവനോട് തന്നെ ചോദിക്കാം. ആ, മറുപടി പറയേണ്ട ആളെത്തിയല്ലോ. അമ്മയുടെ കാര്യം തിരക്കി വരുവാന്നും പറഞ്ഞു ആ പൊട്ടന്റെ വായിന്ന് ചിലപ്പോ അബദ്ധം. മോനെ ഉണ്ണി, കണ്ണം വന്ന എന്തിനാന്നറിയാമോ? കരകേച്ചിയെ കൂടെ വിടണോന്ന് പറയാനാ. എന്തായി കണ്ണ, അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നോ? ഇല്ലടാ, ഞാൻ അവിടെ ചെന്നപ്പോ അമ്മ കുളിക്കാൻ കയറിയിരിക്കായിരുന്നു. അതുകൊണ്ട് നേരിട്ട് കണ്ടില്ല. പിന്നെ എനിക്ക് അവിടെ സംസാരിക്കാനുള്ളത് എന്റെ അനിയനോടല്ലേ. അവനോട് ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. അവൻ അമ്മയെ വിടാൻ മനസ്സില്ലെന്ന്. എന്തൊരു സ്നേഹം. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് വരാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അമ്മയാവൻ വിടില്ല പറയുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കണ്ണന്റെ അമ്മ അവിടുന്ന് പടി ഇറങ്ങിയ പിന്നെ പടി കടന്നു വരേണ്ടി വരും ഒരു ജോലിക്കാരിക്ക്. ആ വീടും പറമ്പും നോക്കണമെങ്കിൽ ഒരു 5 ശമ്പളമെങ്കിലും കൊടുക്കേണ്ടി വരും. നഷ്ടത്തിലായ ഒരു ആശുപത്രി നടത്തുന്നവൻ എങ്ങനെ അതൊക്കെ കൊടുക്കുന്നു? അവന്റെ മനസ്സിലിരിപ്പ് അതാന്ന് എല്ലാവർക്കും അറിയാം പപ്പേട്ട. അത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നോണ്ടാ അമ്മ വരുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞത്. എത്രയൊക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിലും അമ്മയാണ്. മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മമാര് കഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ അമ്മ ചിലതൊക്കെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അമ്മയുടെ സ്വഭാവം തന്നെയാ. ഇങ്ങനെ സംശയിച്ചും വേദനിച്ച് നടക്കാതെ ഇതിനുടനെ ഒരു സൊല്യൂഷൻ കാണണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു മുടിനാരിയുടെ മതി. കാർത്തിക ദേവയുടെ മകളാണോന്നറിയാൻ. അതിവിടെ എത്തിച്ചാ പിന്നെ അധികം കാത്തിരിക്കേണ്ടി വരില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് അറിയാം. ദേവ എന്താ ചിന്തിക്കുന്നത്? അതേപ്പറ്റി ഞാനും ആലോചിക്കാതിരുന്നില്ല ഡോക്ടർ. ഇനി വച്ച് താമസിപ്പിക്കുന്നില്ല. ഇന്ന് തന്നെ ഞാൻ കാർത്തുവിനെ വിളിച്ചു വരുത്താം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാം. ഇനി കാർത്തുവാണ് മകളെന്നിരിക്കട്ടെ, പിന്നെന്താ പരിപാടി? ആ കുട്ടിയെ സ്വന്തം മകളായി അംഗീകരിക്കൂ. എനിക്കതിന് പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ മറ്റാർക്ക് സംശയത്തിനിടം കൊടുക്കരുത്, പ്രത്യേകിച്ച് ഹസ്ബൻഡിനും മക്കൾക്കും. ദേവയുടെ ഹസ്ബൻഡിനെ പോലെ മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ചിലപ്പോ ഭാര്യയുടെ കഴിഞ്ഞ കാലം മറന്നേക്കും. എങ്കിലും കുട്ടികൾ അങ്ങനെ ആവണമെന്നില്ല. ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ആണുങ്ങളെ മുഴുവൻ വെറുത്തവളാ ഞാൻ. ഒരിക്കലും ശരത്തേട്ടന്റെ നല്ല ഭാര്യയായിട്ടില്ല. എന്നും അദ്ദേഹത്തെ വരച്ച വരയിൽ നിർത്താനാ ശ്രമിച്ചിട്ടുള്ളത്. ഈ അടുത്ത സമയത്താ അതിനൊക്കെ മാറ്റം വന്നത്. പക്ഷേ വിവാഹശേഷമുള്ള ഒരു ജീവിതം വച്ചിട്ട് പറയാ, എന്നെ പോലൊരു ഭാര്യയെ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ടും എന്നെ കളഞ്ഞിട്ട് പോയില്ല. ഇപ്പോഴും എന്റെ വേദനകൾ മനസ്സിലാക്കി മക്കളെ പോലും തള്ളിപ്പറഞ്ഞിട്ട് കൂടെ നിൽക്കുക.